തിരുവനന്തപുരം നാഗർകോവിൽ ദേശീയപാതയിൽ പാർവതീപുരത്തിന് തൊട്ടുമുന്നേ നാം ഇടത്തേക്ക് തിരിയുന്നത് ഒരു കാലഘട്ടത്തിലേക്കാണ്. പഴയ തിരുവിതാംകൂറിന്റെ നെല്ലറ, നമുക്ക് നഷ്ടമായ നാഞ്ചിനാട്. നാഞ്ചിൽ എന്നാൽ കലപ്പ. നാഞ്ചിനാട് എന്ന പദത്തിന്റെ അർത്ഥം കലപ്പകളുടെ നാട് എന്നാണ്. പഴയ തിരുവിതാംകൂറിലെ വലിയൊരു നെല്ലുൽപാദന കേന്ദ്രമായിരുന്ന ഇവിടം തിരുവിതാംകൂറിന്റെ നെല്ലറ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ചരിത്രപരമായി നാഞ്ചിനാട് എന്ന നാട്ടുരാജ്യം ചോളരാജ്യം, പാണ്ഡ്യരാജ്യം, വിജയനഗര രാജ്യം, ആർക്കാട്ട്, ചേരരാജ്യം, ആയിരാജ്യം, വേണാട്ടുരാജ്യം എന്നിവയുടെ ഭാഗമായിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ നാഞ്ചിക്കുറവൻ എന്ന ഒരു ഭരണാധികാരി നാഞ്ചിനാടിനെ ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമായും നിലനിർത്തിയിരുന്നു. അങ്ങനെ നാഞ്ചിക്കുറവൻ ഭരിച്ചിരുന്ന നാട് നാഞ്ചിനാട് എന്ന പേരിൽ അറിയപ്പെട്ടു എന്നും പറയപ്പെടുന്നു. കൊനാങ്കി എന്ന നാഞ്ചിക്കുറവൻ നാഞ്ചിനാടിന്റെ രാജാവായതിനു പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. കൊനാങ്കി എന്ന കുറവൻ തൻ്റെ 2 ഭാര്യമാരും 18-കാരനായ മകനും ചേർന്ന് വേട്ടയാടിയും കുലത്തൊഴിലായ കുട്ടനെയ്ത്തും നടത്തി ഉപജീവനം കഴിച്ച് വരികയായിരുന്നു. അതിനായി പനനാരുകൾ തേടിയുള്ള അവരുടെ പതിവ് യാത്രക്കിടയിൽ ഒരിക്കൽ ഭൂതപ്പാണ്ടിയിലെ താടകമലയിലെ പനങ്കൂട്ടം കണ്ട് അവർ അവിടേക്ക് എത്തിച്ചേർന്നു. കൊനാങ്കി പനയിൽ കയറി കുട്ടകൾ നെയ്യാനുള്ള പനയോലകൾ വെട്ടിയെടുക്കാൻ തുടങ്ങി. ഒരു പനയുടെ തണ്ട് വെട്ടിയപ്പോൾ അയാളുടെ കയ്യിലെ ഇരുമ്പരിവാൾ സ്വർണമായി മാറുന്നത് അയാൾ കണ്ടു. ഇതിൽ അത്ഭുതപ്പെട്ടുപോയ അവർ 4 പേരും അതിൻ്റെ കാരണം തിരയുകയും അതിന് കാരണം സമീപമുള്ള ഒരു കിണറാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ആ കിണറിൽ മുക്കിയെടുക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ സ്വർണമായി മാറുമെന്ന് അവർക്ക് മനസ്സിലായി. ഇങ്ങനെ ഒരു കിണർ കണ്ട വിവരം അവർ രഹസ്യമാക്കി വയ്ക്കുകയും ആ സ്ഥലം തൻ്റെ അധീനതയിൽ സൂക്ഷിച്ച കൊനാങ്കി കൂടുതൽ സ്വർണമുണ്ടാക്കി സാമ്പത്തികമായി ഉയർന്ന നിലയിലായി ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയൊരു വീട് പണിയുകയും ചെയ്തു. ക്രമേണ കൊനാങ്കി ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ തൻ്റെ അധീനതയിലാക്കുകയും ആ പ്രദേശത്തെ കുറവ രാജാവായി വാഴുകയും ചെയ്തു. ഒടുവിൽ 35 വർഷങ്ങളോളം നാഞ്ചിനാട് ഭരിച്ച കൊനാങ്കിയുടെ മരണശേഷം മകൻ ബൊമ്മയക്കുറവൻ അധികാരമേറ്റു. പിന്നീട് രാജകുടുംബത്തെ ഇല്ലാതാക്കി അധികാരം പിടിക്കാൻ അവസരം നോക്കിയിരുന്ന നാട്ടിലെ വെള്ളാള പ്രമാണിമാർ പെരിയ വീട്ടു മുതലിയാരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തുകയും ഒരു ചതിയിലൂടെ അവർ ആ രാജവംശവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ കൊനാങ്കിയുടെ പരമ്പര അവിടെ അവസാനിച്ചു. താമസിയാതെ പെരിയ വീട്ടു മുതലിയാർ അധികാരമേറ്റ് വർഷങ്ങളോളം നാഞ്ചിനാട് ഭരിക്കുകയും ഒടുവിൽ നാഞ്ചിനാട് വേണാടിന്റെ ഭാഗമായി തീരുകയും ചെയ്തു. നാഞ്ചിക്കുറവന്റെ കഥ തൽക്കാലം ഇവിടെ നിർത്തുന്നു.